വലിയ 2 സൗണ്ട് കേട്ടു. പക്ഷെ ആൾക്കാർ വരുന്നതോ ഒരു ബോംബ് പൊട്ടുന്നത് പോലെയാണ് തോന്നിയത്. ഞെട്ടിപ്പോയി. ലഹരിമരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിനെ തുടർന്ന് ബന്ധുവിന്റെ വീടിന് തീയിട്ട് യുവാവിന്റെ പ്രതികാരം. എന്നാൽ പോലീസിന്റെ മുൻകരുതൽ നിരവധി ജീവനുകൾക്ക് രക്ഷയായി. കണിയാപുരം ആലുമൂട്ടിൽ അമീന ഷാജഹാൻ ദമ്പതികൾ വാടകയ്ക്ക് താമസിക്കുന്ന അൻസി മൻസിൽ വീടാണ് അമീനയുടെ ബന്ധുവായ ഫൈസൽ തീയിട്ട് നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതോടെയാണ് സമീപവാസികൾ അപകട വിവരം അറിഞ്ഞത്. പൊട്ടിത്തെറിച്ച ഗ്യാസ് സിലിണ്ടറിന്റെ അവശിഷ്ടം 500 മീറ്റർ അകലെയുള്ള മറ്റൊരു വീടിന് മുകളിൽ വരെ തെറിച്ചു വീണു. തീ കണ്ട് നാട്ടുകാർ കഴക്കൂട്ടം അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം അറിയിക്കുകയായിരുന്നു. 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി സമീപ വീടുകളിലേക്ക് തീ പടരുന്നത് തടഞ്ഞുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ വീട്ടിനുള്ളിലെ മുഴുവൻ ഗൃഹോപകരണങ്ങളും രേഖകളും ഉൾപ്പെടെ എല്ലാം കത്തിനശിച്ചു. അമീന ഷാജഹാൻ ദമ്പതികൾ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഫൈസൽ ഇവിടെ എത്തി പണം ആവശ്യപ്പെടുകയും പണം കിട്ടാതെ വന്നതോടെ അക്രമാസക്തനാവുകയും സ്വന്തമായി കൈമുറിച്ച് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്തു. മാത്രമല്ല ഇയാൾ വീടിന് തീയിടുമെന്ന് ഭീഷണി മുഴക്കി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മംഗലാപുരം പോലീസ് കരുതലിന്റെ ഭാഗമായി വീട്ടുകാരോട് ഒരു ദിവസത്തേക്ക് മാറി താമസിക്കാൻ പറഞ്ഞു. പുലർച്ചെ 4 മണിയോടെ ഫൈസൽ സ്ഥലത്തെത്തി വീടിന് തീയിടുകയായിരുന്നു. പോലീസിന്റെ വാക്കുകേട്ട് വീട്ടിലുണ്ടായിരുന്നവർ മാറി താമസിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഫൈസലിനെ പോലീസ് പിടികൂടിയതായാണ് വിവരം. ഒരു ബോംബ് പൊട്ടുന്നത് പോലെയാണ് തോന്നിയത്. ആൾക്കാർ പോണതോ എടുക്കണതോ ഒന്നുമുള്ള ഒരു സൗണ്ട് ഒന്നും കേട്ടില്ല. ഞെട്ടിപ്പോയി. മക്കള് മോനും മരുമകളും ഉണ്ടായിരുന്നു. അവരും 2 പേരും എഴുന്നേറ്റ്. അത് വിചാരിച്ചു ചിലപ്പോൾ പിള്ളേരെങ്ങാനും ഇലക്ഷൻ്റെ പ്രചരണത്തിന് പോയിട്ട് വല്ല പടക്കവും എറിഞ്ഞപ്പോഴത്തേക്ക് കാക്കയെങ്ങാനും വീണുമല്ല. രാവിലെ 5:30 മണിക്ക് അവർ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് പിന്നെ അത് എന്തോ കിടക്കണതറിയാം. അത്രയും ദൂരം ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ അണ്ണനാണ് നീക്കിയിട്ടത്. ആ അറ്റത്ത് ആ കാണുന്ന ദ്വാരത്തിന് കുറച്ച് ഇപ്പുറത്ത് അവിടെ ഒരു ചെറിയ ദ്വാരമുണ്ട്. അങ്ങനെ അവിടെ വീണ് കിടക്കണം. അപ്പോൾ നമുക്ക് പിള്ളേരായിട്ട് അപ്പോഴാണ് അപ്പുറത്തെ മനുഷ്യൻ പറഞ്ഞത്, അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞത്, അങ്ങനെ ഇന്നലെ രാത്രി പിന്നെ ആ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് ആ പള്ളിയിലെ കുറച്ച് ഇപ്പുറത്തുള്ള ഒരു വീട്ടിൽ ഭയങ്കര ബഹളവും വഴക്കും ഒക്കെ കേൾക്കണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യൻ തന്നെ കണ്ടുപിടിക്കാൻ പൈസ കൊടുക്കാത്തതുകൊണ്ട് വെയിൻ കട്ടിയത്. പിന്നെ പോലീസ് വന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ യവൻ പറഞ്ഞിട്ട് പോയി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവർ പേടിച്ചിട്ട് അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അവരവിടെ വാടകയ്ക്ക് താമസിക്കണവരോ. അവരെന്ത് ചെയ്യുന്നു, അവരെ ബന്ധുക്കളെ വീട്ടിൽ യാത്ര. ഇതൊക്കെ നമ്മൾ പിന്നെയാണ് അറിയണം. അതാണ് അപ്പം ആലോചിച്ച് നോക്കണം. ആ പള്ളിയിലെ കുറച്ച് ഇപ്പുറത്തുള്ള വീടിൻ്റെ അവിടെ നിന്ന് ഇത്രയും ദൂരം വരണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വരണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഞങ്ങളെ കാറില്ല. അത് പിഴപ്പാ വല്ലതും വീണിരുന്നെങ്കിൽ എന്തായിരിക്കും, എങ്ങനെ മനസമാധാനത്തോടെ മനുഷ്യൻ ജീവിക്കും?